എപ്പോഴും ട്രാജഡി മാത്രം പറയാൻ വേണ്ടിയിട്ട് വരാൻ പാടില്ലല്ലോ. അയ്യോ എനിക്ക് എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല. ഏതായാലും ശരി, അനീഷ് അനുമോളെ പ്രപ്പോസ് ചെയ്തു. സംഭവം നമ്മൾ പ്രൊമോ ഇന്നലെ കണ്ടപ്പോൾ തന്നെ ഞാൻ ഉറപ്പിച്ചു എന്തായാലും ഞാൻ ഇത് പറയാൻ വന്നേ പറ്റൂ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും നാൾ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പെട്ടെന്ന് കുറച്ച് ആൾക്കാർ നമ്മുടെ അടുത്ത് പറയാണ് ഇങ്ങനൊന്നും റിവ്യൂ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കും ഞാൻ കരുതി ഓക്കെ നമുക്ക് എന്തായാലും നമുക്ക് ഇത് ചെയ്തേ പറ്റൂ, അപ്പോൾ നമുക്കിങ്ങനെ ചെയ്യാം. സംഭവം നമ്മുടെ അനുമോള് അവിടെ രാവിലെ നല്ല പീസ്ഫുൾ ആയിട്ട് വന്നിരിക്കുകയാണ്. അനീഷ് അത് അടുത്ത് വന്നിരിക്കുന്നു. എന്നിട്ട് ചോദിക്കുന്നുണ്ട് എനിക്ക് എന്നെ കുറിച്ചുള്ള അനുമോളുടെ ഇപ്പോഴത്തെ ഒരു അഭിപ്രായം എങ്ങനെയാണ്, എന്താണ് അനുമോൾക്ക് എന്നെ കുറിച്ച് തോന്നുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അനുമോള് വളരെ കൂളായിട്ട് വന്നപ്പോൾ നമുക്ക് ഓൾറെഡി ഇങ്ങനെയുള്ള ടാസ്കുകളൊക്കെ ബിഗ് ബോസ് കൊടുക്കുന്നതാണല്ലോ, അതായത് മോർണിംഗ് ആക്ടിവിറ്റിയിൽ. അപ്പൊ അനുമോളും ആ ഒരു സെൻസിൽ പറയാൻ തുടങ്ങി. വന്നപ്പോൾ എനിക്ക് തീരെ ഇങ്ങനെയുള്ളൊരു മനുഷ്യനെ ഞാൻ ആദ്യമായിട്ടാണല്ലോ, അപ്പൊ എനിക്ക് ഒട്ടും ഒക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഓക്കെ, നല്ല മനുഷ്യനല്ല നല്ലൊരു പേഴ്സൺ അങ്ങനെയൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും പെട്ടെന്ന് അനീഷ് ആ ഒരു ടോണൊക്കെ ഒന്ന് മാറ്റിയിട്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് വിവാഹം കഴിക്കാം. എന്ത് ഈസി ആയിട്ടാണ് അനീഷ് ഇത് ചോദിച്ചത്. അത് ചോദിച്ചത് കേട്ടപ്പോൾ തന്നെ, ഇന്നലെ പ്രൊമോയിൽ കണ്ടപ്പോൾ തന്നെ നമുക്കൊരു ഇതിനി പ്രാങ്ക് ആയിരിക്കും. പക്ഷെ ഇത് പ്രാങ്ക് അല്ല, അതത്ര ക്യൂട്ടായിട്ട് തന്നെ അത് ചോദിക്കുന്നുണ്ട്. നിൽക്കുക, അനുമോളാണെങ്കിൽ ഇതിലെ കറങ്ങുന്ന ഒരു ഇതുണ്ടല്ലോ, അതിനകത്താണ് ഇരിക്കുന്നത്. ആ ഒരു ചെയറിനകത്ത്, ഊഞ്ഞാൽ ചെയറിനകത്ത്. അതിനകത്തിരുന്നിട്ട് അയ്യോ എന്നിട്ട് എന്ത് വിധി ഇത്, അയ്യോ അടിപൊളി. എൻ്റെ എങ്ങനെ പറയണമെന്ന് അറിയാമെന്നുള്ള ഒരു സംഭവമൊക്കെ പോയിട്ടുണ്ട്. സംഭവം അനുമോള് പ്രാങ്ക് ആണ് എന്ന് ആദ്യമൊക്കെ പറയുന്നുണ്ടെങ്കിലും പിന്നെ ഒരു വലിയ ഹിസ്റ്ററി തന്നെ പറയുന്നുണ്ട്. അനുമോൾ ഈ 11 വർഷമായിട്ട് ഇതുവരെയും സത്യം പറഞ്ഞാൽ കരിയറിൽ സെറ്റ് ആയിട്ടില്ല. ശരിക്കും ശരിയാണ്. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത്, മീഡിയ അല്ലെങ്കിൽ ഈ ഒരു സീരിയൽ സിനിമ എന്നൊക്കെ പറയുന്നത് ആ ഒരു തുടക്കമുണ്ട്. ആ തുടക്കം കിട്ടിക്കഴിഞ്ഞ് അത് നിലനിർത്തിക്കൊണ്ട് പോവുക, ആ ഒരു ഫെയിം അതേപോലെ കീപ്പ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പാടാണ്. അപ്പൊ പുള്ളിക്കാരി എപ്പോഴും പറയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട്. പിന്നെ ഒരു ബ്രേക്കപ്പിന്റെ കാര്യം, അതായത് ഒരു ട്രൂ ലവ് ഒക്കെ ഉണ്ടായിരുന്നു, പൊട്ടിപ്പാളിസായി പോയി എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം പറയുന്നുണ്ട് ചേച്ചിയുടെ ഹസ്ബൻഡ് അവർക്കൊരു വീട് ഓൾറെഡി ഇപ്പൊ ട്രിവാൻഡ്രത്ത് വെച്ചു, ഇനി തനിക്കെന്ന് പറഞ്ഞിട്ടൊരു വീട് വേണം, താനിപ്പോൾ അവരുടെ കൂടെയാണ് കഴിയുന്നത്. ഇതിന്റെ ഇടയിൽ അച്ഛന്റെ അമ്മയുടെ ഒരു ആഗ്രഹമാണ് വിവാഹം എന്ന് പറയുന്നത്. അപ്പോൾ തനിക്ക് അതേ കണക്കൊരു വിവാഹം നടത്തി അവരുടെ മുന്നിൽ അത് കാണിച്ചു കൊടുക്കണം. പക്ഷെ അവർ 2 വർഷം സമയം കൊടുത്തിട്ടുണ്ട്. ഈ 2 വർഷത്തിനകത്ത് തനിക്ക് സെറ്റിൽ ആകണം എന്തൊക്കെയോ കിടന്ന് അനുമോള് പറയുന്നുണ്ട്. അനുമോൾ ഇത് പറഞ്ഞപ്പോഴത്തേക്കും അനീഷ് ഒരുമാതിരി അങ്ങ് ഇറങ്ങി എണീറ്റ് പെട്ടെന്ന് പോയി. പെട്ടെന്ന് പോയിട്ട് പിന്നെ ബാത്റൂമിലല്ല, അതിന് മുന്നേ ആദ്യം കിച്ചണിൽ പോയി കപ്പൊക്കെ കഴുകി വെച്ച് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട്. പിന്നെ ആ ഒരു വാഷ് ബേസിൻ ഏരിയയിൽ പോയിട്ട് പിന്നെ മുഖമൊക്കെ കഴുകി എന്തോ കുറച്ച് വിഷമമുള്ളതുപോലെ. എന്തായാലും അദ്ദേഹത്തിന് അഭിനയിക്കാനൊന്നും അറിയത്തില്ല എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊരു പ്രാങ്ക് ആണെങ്കിൽ ആ പ്രാങ്ക് ബിഗ് ബോസ് നമ്മളെയും കൂടെ മൊത്തത്തിലങ്ങ് പ്രാങ്ക് ചെയ്യുകയാണെങ്കിൽ ഇത് ഭയങ്കര സർപ്രൈസ് ആയിരിക്കും. പക്ഷേ അനുമോൾക്ക് അതങ്ങോട്ട് എന്ത് തരത്തിൽ അതിനെ ടേക്ക് ചെയ്യണം എന്നുള്ളത് അറിയത്തില്ല. ശരിക്കും അനുമോള് സംശയിക്കുന്നുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാല് അനുമോൾക്ക് ഇപ്പോൾ ഒറ്റപ്പെടലുണ്ട്. ആദില, നൂറ വേറെ ആരുമായിട്ട് മിണ്ടുന്നുമില്ല. അപ്പം അനീഷ് വന്ന് ഓവറായിട്ട് തന്നെ കെയർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അനീഷേട്ടൻ്റെ അടുത്തും അതേപോലെ തന്നെ നിൽക്കുന്നുണ്ട് ഒരു വിധം. പക്ഷെ നമ്മൾ കണ്ടതാണ് ഇപ്പം ഓൾമോസ്റ്റ് കുറെ ഹേറ്റേഴ്സ് വന്നിട്ട് പറയും അനുമോൾക്ക് ഇത് ശീലമാണ്. അവിടെ തങ്കച്ചൻ എന്ന് പറയുന്ന ഒരു വ്യക്തി എടുത്ത് ഇതേ കിടക്ക് ഒരു പ്രാങ്ക് പോലൊക്കെ അനുമോള് നിന്നിട്ടുണ്ട്, പ്രോഗ്രാമിന് വേണ്ടി എന്തും ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഈ അനീഷിനെ ഒരു ട്രാപ്പിലാക്കിയത് അനുമോളാണ് എന്നൊക്കെ തരത്തിലുള്ള നെഗറ്റീവ് കമന്റ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓൾറെഡി നമ്മൾ അങ്ങനെ വീഡിയോ ചെയ്തപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷേ ഇതിനകത്തൊന്നും സത്യം പറഞ്ഞാൽ അനുമോളുടെ ഭാഗത്ത് ഒരു തെറ്റും എനിക്ക് പറയാനില്ല. അനീഷ് ഓൾറെഡി തന്നെ അനുമോളടുത്താണ് അങ്ങോട്ട് പോയി മിണ്ടാറ്, അതൊക്കെ ചെയ്യുന്നത്. അനുമോൾ അവിടെ ആരടുത്തും അങ്ങോട്ട് പോയി ഒന്നും മിണ്ടാറേ ഇല്ല. പക്ഷേ ഈ ഒരുമാതിരി കോണ്ടന്റ് ഇല്ലെങ്കിൽ അനുമോളെ തേടി കോണ്ടന്റ് വന്നിട്ട് അനുമോളെ കോണ്ടന്റ് ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുന്ന കണക്കാണ് അനുമോളടുത്ത് എല്ലാവരും ചെന്ന് കയറുന്നത്. ഇപ്പൊ അക്ബർ തന്നെ ഈ 2 ദിവസവും അനുമോൾ ആരടുത്തും മിണ്ടിയില്ലെങ്കിലും അക്ബർ അനുമോളെ കുറിച്ച് പാട്ടുപാടി അനുമോളെ തന്നെയാണ് ഇവിടെ എല്ലാവരും പ്രൊവോക്ക് ചെയ്യാൻ നോക്കുന്നത്. അതുപോലെ ഇപ്പൊ അനീഷ് ഒരുപാട് പേര് വെറുക്കുന്നു, ഒരുപാട് പേര് അങ്ങനെ സ്നേഹിച്ച് കൊല്ലുന്നു. പിന്നെ അനുമോൾക്കാണെങ്കിലുള്ള ഒരു വെപ്രാളം അതിപ്പോ നമുക്ക് ആർക്കാണെങ്കിലും ഉണ്ട്. ഇങ്ങനൊരു വലിയ കാര്യം ഇതിപ്പോ ആരെടുത്താ ഒന്ന് പറയുക, ഇതെന്താണിത്? പക്ഷെ എനിക്ക് തോന്നിയത് കാര്യം വെച്ചാൽ അനുമോൾ അത് ഷാനവാസിനോട് പറയുന്നതായിരുന്നു നല്ലത്. അറ്റ്ലീസ്റ്റ് ഷാനവാസ് പോയി അത് അനീഷിനോട് ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചേനെ. പക്ഷെ ഈ അനുമോള് ആദിലയാണല്ലോ അനുമോൾക്ക് കൂടുതൽ കംഫർട്ടബിൾ. അപ്പോൾ ആദിലയെടുത്ത് പോയി ആദിലെ വിളിച്ചിട്ട് പറഞ്ഞ ഒരു കാര്യം പറയാനുണ്ട്, ആരോടും പറയല്ലേ എന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്.
പക്ഷേ ആദിലയും വളരെ ഫ്രണ്ട്ലി ആയിട്ട് തന്നെ, അല്ലെങ്കിൽ അനുമോൾക്ക് ആ ഒരു കെയറും സപ്പോർട്ടും കൊടുത്തു തന്നെയാണ് ഇരുന്ന് കേൾക്കുന്നത്. ഇതിനി എന്താകും, ഇതെങ്ങനെയാണ് സർക്കുലേറ്റ് ചെയ്യാൻ പോകുന്നതെന്നുള്ളത് ഞാൻ വേഗം നോക്കിയിട്ട് വേഗം പറഞ്ഞു തരാം. അപ്പോൾ ഞാൻ പോയിച്ചു വരാം. അപ്പോൾ നിങ്ങൾ സീരിയൽ ഗ്രാൻഡ്മ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയിച്ചു വരാം. ബൈ.